നമസ്കാരം. ചൈനയെ പുകച്ചു പുറത്താക്കി ഇന്ത്യ ലോക കയ്യടി നേടുകയാണ്. ചൈനയുടെ ഇരട്ടത്താപ്പുകൾ പുറത്തെടുത്ത് എസ് ജയശങ്കർ കൃത്യമായ വിവരണം നൽകുകയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലല്ല എന്നും തീർപ്പാക്കാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മെച്ചപ്പെട്ട വഴി കണ്ടെത്തേണ്ടതുണ്ട് എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഊന്നി പറഞ്ഞു. അതിർത്തികളിൽ സമാധാനവും ശാന്തതയും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതില്ല എങ്കിൽ സാധാരണ ബന്ധം നിലനിർത്താൻ കഴിയില്ല എന്ന് ജയശങ്കർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിർത്തി പ്രദേശത്ത് സമാധാനവും സുസ്ഥിരതയും ഉറപ്പുവരുത്തുന്ന വിധത്തിൽ LACയെ ബഹുമാനിക്കുന്ന മാർഗം കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ത്യയുടെ സമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിർത്തി സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങളുടെ വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷന്റെ യോഗം വിളിക്കാൻ ഇരു നേതാക്കളും സമ്മതിച്ചതായും വിവരമുണ്ട്. നിലവിലെ സാഹചര്യം ബന്ധത്തെ ഒട്ടും സഹായിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മെച്ചപ്പെട്ട നീക്കം നടത്തേണ്ടത് ഇനി ചൈന തന്നെയാണ്. കാരണം ഇന്ത്യയുടെ പക്ഷം എപ്പോഴും ശരിയായിരുന്നു. ഇന്ത്യ ചർച്ചകൾക്ക് ചൈനയെ ക്ഷണിക്കുമ്പോഴും ചൈന അതിനിടയിൽ ഇരട്ടത്താപ്പാണ് എപ്പോഴും കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇരുപക്ഷവും ഒരു മുന്നേറ്റം നടത്തുകയും തീർപ്പ് കൽപ്പിക്കാത്ത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വഴി കണ്ടെത്തുകയും വേണം എന്നതാണ് പറയേണ്ടത്. കിഴക്കൻ ലഡാക്കിൽ അതിർത്തി മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്നതാണ് വിവരം. അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും യഥാർത്ഥ നിയന്ത്രണ രേഖ മാനിക്കാൻ ചൈന തയ്യാറാകണമെന്നുമാണ് ജയശങ്കർ ആവശ്യപ്പെടുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരസ്പര ബഹുമാനം പുലർത്തിക്കൊണ്ട് തന്നെ മികച്ച ബന്ധം ഉറപ്പാക്കണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നും ജയശങ്കർ പറയുന്നുണ്ട്. കിഴക്കൻ ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമാണ്. അതിൽ ചൈനയുടെ മുൻകൈ എടുത്തു പറയേണ്ടതുമാണ്. അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാതെ ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലാകില്ല എന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു പറയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മുൻകാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട ഉഭയകക്ഷി കരാറുകളും അതേപോലെ പ്രോട്ടോകോളുകളും ഒക്കെ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാന ചർച്ചയായിരുന്നു. അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് തന്നെയാണ് ചർച്ചയിൽ പ്രധാനപ്പെട്ട വിഷയമായത്. നയതന്ത്ര സൈനിക തലങ്ങളിൽ വലിയ ശ്രമങ്ങൾ ഇതിനായി തുടരും എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഒരു സുപ്രധാന സംഭവ വികാസത്തെ അടയാളപ്പെടുത്തി എന്ന് തന്നെ പറയാം. നയതന്ത്ര സൈനിക മാർഗങ്ങളിലൂടെ സ്ഥിരമായ ബന്ധം നിലനിർത്താൻ ഇരുപക്ഷവും സമ്മതിച്ചതിനെ ലോകം ഉറ്റുനോക്കിയത് വെറുതെയല്ല. ഇന്ത്യ ചൈന അതിർത്തി പൂർണ്ണമായും വേർതിരിച്ചിട്ടില്ല. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചു എന്നതാണ് ചരിത്രം. യഥാർത്ഥ നിയന്ത്രണ രേഖ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന അതിർത്തിയായി പ്രവർത്തിക്കുന്നുണ്ട്, അതായത് LAC. എന്തായാലും ഇന്ത്യ ചൈന തർക്കം പരിഹരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇന്ത്യയുടെ നീക്കങ്ങളെ എപ്പോഴും ജാഗ്രതയോടെയാണ് ചൈന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ തകർക്കുവാൻ തന്നെയാണ് ചൈന ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നയതന്ത്ര നീക്കങ്ങളിലൂടെ ബന്ധങ്ങളിലൂടെ ഇരുവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. ഇന്ത്യയെ തകർക്കാൻ ചൈന ശ്രമിച്ചാൽ അത് നടക്കില്ല എന്നത് തന്നെയാണ് ഇന്ത്യയുടെ മറുപടി. അതിർത്തികളിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് എപ്പോഴും ചൈനയാണ്. അനാവശ്യമായ പ്രകോപനങ്ങളും അതിര് കടന്നുള്ള പ്രവർത്തനങ്ങളും ചൈന തന്നെയാണ്. ശക്തമായ നീക്കങ്ങളാണ് എല്ലായ്പ്പോഴും ഇന്ത്യ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചൈന പൊതുവെ സമാധാനം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിന്നാമ്പുറത്ത് അതിനിഗൂഢമായ തന്ത്രങ്ങളാണ് പയറ്റുന്നത്. അതിന് ഒരു അറുതി വരുത്താൻ ശ്രമിക്കേണ്ടത് ചൈന തന്നെയാണ്. ശക്തമായ നല്ല സുദൃഢ ബന്ധം ഇന്ത്യയും ചൈനയും ഉണ്ടാകണമെങ്കിൽ അതിൽ ഉത്തരവാദിത്തം ചൈന നിർവഹിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയുടെ പക്ഷം എപ്പോഴും സമാധാനത്തിന്റെയും ന്യായത്തിന്റെയുമാണ്. മാറേണ്ടത് ചൈനയാണ്. മാറേണ്ടത് ചൈനയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ്.